നിദ്ര അതിരാവിലെ തന്നെ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു. നീല പൊന്മാൻ കളറിൽ ഒരു ചുരിദാറാണ് അവൾ ധരിച്ചത്. അതിൻ്റെ ഷോൾ മനോഹരമായി ഒറ്റ സൈഡായിട്ട് വിടർത്തിയിട്ടുണ്ട്. ആ ചുരിദാറിന് ചേർന്ന് നീലക്കല്ലുള്ള ജിമിക്കിയും ചെറിയ നെക്ലേസും ഗായത്രി ദേവി അവളെ ധരിപ്പിച്ചിരുന്നു. ഒരുങ്ങി വന്നപ്പോൾ അവൾ ഒരു ദേവതയെപ്പോലെ സുന്ദരിയാണെന്ന് അവർക്ക് തോന്നി. എന്തു ഭംഗിയാ മോളെ കാണാൻ, ഇനി എപ്പോഴും ഇങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കണം. അവളുടെ ബാഗ് കയ്യിലെടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത ടെൻഷനമ്മേ. അവിടുത്തെ കുട്ടികളൊക്കെ എന്നെ എങ്ങനെ നോക്കി കാണുക? കുറേ നാളായില്ല ഞാൻ പഠിക്കാൻ പോയിട്ട്. അവിടുത്തെ കുട്ടികളെക്കുറിച്ച് എന്താ ഇത്ര ആലോചിക്കാൻ? നീയും അതുപോലൊരു കുട്ടിയല്ലേ. കുറച്ച് നാൾ കോളേജിൽ നിന്ന് മാറി നിന്നു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരില്ല. പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ നിനക്ക് അത്രയും നല്ല മാർക്ക് കിട്ടിയത്? ദേ അമ്മ ഒരു കാര്യം പറയാം, ഇനി ഇങ്ങനെ ഒന്നിനും വിഷമിക്കാൻ നിൽക്കരുത് കേട്ടോ. ആത്മവിശ്വാസമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അല്ലെങ്കിൽ എത്ര ചന്തമുണ്ടായിട്ടും കാര്യമില്ല. നിന്റെ കഴിഞ്ഞ കാലം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു, പക്ഷെ അത് ഇനിയില്ല. നീ ഇനി പുതിയൊരു നിദ്രയാണ്. ആരുടെയും മുന്നിലും മോള് തലകുനിക്കരുത്. നിന്റെ ധൈര്യം നിന്റെ കണ്ണുകളിൽ പ്രതിഫലിക്കണം. ആർക്കും ഇനി ഒരു ചവിട്ടുമെത്തയായി നിന്ന് കൊടുക്കരുത്. അമ്മ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉവ്വമ്മി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ പ്രതികരണശേഷി കൂട്ടേണ്ട കാലമായി മോളെ. നീ തന്നെയാണ് നിന്നെ സംരക്ഷിക്കേണ്ടത്. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നിന്നെ തന്നെയാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ കുട്ടി. ഗായത്രി ദേവി പറഞ്ഞതെല്ലാം അവൾ ശ്രദ്ധാപൂർവം കേട്ടു. അവളുടെ ഉള്ളിൽ പുതിയൊരു ധൈര്യം നിറയുകയായിരുന്നു. മഹാദേവൻ്റെ ഒപ്പം വളരെ സന്തോഷത്തോടെയാണ് അവൾ കോളേജിൻ്റെ വാതിൽക്കൽ ഇറങ്ങിയതും. മോള് ധൈര്യമായിരിക്കും കേട്ടോ. വൈകുന്നേരം അച്ഛൻ പറ്റുമെങ്കിൽ വരാം, അല്ലെങ്കിൽ കാർ അയക്കാം. ശരി അച്ഛാ, ഞാൻ ഓക്കെയാണ്, നിദ്ര പറഞ്ഞു. മഹാദേവൻ സമാധാനത്തോടെ പോയി. നിദ്ര സ്റ്റെയർ കേസ് കയറുകയായിരുന്നു. 3rd ഫ്ലോറിലാണ് ഫൈനൽ ഇയർ ബാച്ച്. 2nd ഫ്ലോറിലെത്തിയതും അവിടെ കുറച്ച് സ്റ്റുഡൻസ് കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു. നിദ്രപതി അവരെ കടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി കേട്ടത്. ഹലോ, മോൾ അവിടെ നിന്ന് നിന്നേ. നിദ്ര വെപ്രാളത്തോടെ തിരിഞ്ഞു. മുന്നിലൊരു പെൺകുട്ടിയാണ്. ടൈറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പുമാണ് ധരിച്ചിരുന്നത്. അവളുടെ മുഖത്തൊരു കടുപ്പമുണ്ടെന്ന് നിദ്രയ്ക്ക് തോന്നി. തന്നോട് തന്നെയാണ് പറഞ്ഞതെന്ന സംശയത്തിൽ നിദ്ര ചുറ്റുമൊന്ന് നോക്കി. എന്താടി നോക്കുന്നത്? നിന്നെ തന്നെയാ, ആ പെൺകുട്ടി പറഞ്ഞു. നിദ്രയ്ക്ക് അവളുടെ ആ സംബോധനയിൽ വല്ലായ്മ തോന്നി. അവളുടെ തീരെ മര്യാദയില്ലാത്ത ആ എടി എന്നുള്ള വിളിയിൽ നിദ്ര വല്ലായ്മ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അടിവെച്ച് നിദ്രയുടെ തൊട്ടടുത്തേക്ക് വന്നു. നീ ആരാ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ഫൈനൽ BCയിൽ ജോയിൻ ചെയ്യാൻ വന്നതാ, നിദ്ര പതിയെ പറഞ്ഞു. ഓഹോ, സാധാരണ എല്ലാവരും ഫസ്റ്റ് ഇയർ ആണല്ലോ ചേരാൻ വരുന്നത്. നീ എന്താ ഫൈനലിൽ കെട്ടിയെടുത്തത്? നിദ്രയ്ക്ക് അവളുടെ സംസാരം കേട്ടിട്ട് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവളത് കടിച്ചമർത്തി. നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവളുടെ ശബ്ദത്തിൽ ധാർഷ്ട്യം നിറഞ്ഞു. അതിടയ്ക്ക് വെച്ച് എൻ്റെ പഠനം മുടങ്ങിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഫൈനൽ ഇയർ ജോയിൻ ചെയ്യാൻ വന്നത്. ഓ അങ്ങനെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പോൾ ഇവിടെ പുതിയതല്ലേ, അപ്പോൾ സീനിയേഴ്സ് പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാൻ പറയുന്നൊരു കാര്യം നീ ചെയ്യണം. ചെറിയൊരു റാഗിങ്, അത്രയാണ് ഉദ്ദേശിച്ചെന്ന് കൂട്ടിക്കോ. നിദ്ര ചുറ്റും നോക്കി. കൂടെ നിൽക്കുന്ന സ്റ്റുഡൻസ് എല്ലാം എന്തോ രസകരമായ കാര്യം കേട്ട വിധത്തിൽ വളരെ താല്പര്യപൂർവ്വം തങ്ങളെ ശ്രദ്ധിക്കുന്നു. തൽക്കാലം നീ ഒരു മീൻകാരിയാവണം. മീൻകാരി എങ്ങനെയാ മീൻ വിൽക്കുന്നത്? കുട്ടത്തലയിൽ വെച്ച് കുണുങ്ങി മീൻ വിന്ന് വിളിച്ച് ഒന്ന് ചെയ്ത് കാണിച്ചേ. നിദ്രയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. കൂടി നിൽക്കുന്നവരുടെ ചിരി കൂടിയപ്പോൾ അവൾക്ക് വല്ലാത്ത അപമാനം തോന്നി. വേഗം ആവട്ടടി, ആ പെൺകുട്ടി ആജ്ഞാപിച്ചു. ഇല്ല, എനിക്ക് പറ്റില്ല. പറ്റില്ലെന്നോ? നിന്നെ കൊണ്ട് ചെയ്യിച്ചാലോ? നിദ്ര പെട്ടെന്നൊന്നും മിണ്ടാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷേ ആ പെൺകുട്ടി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. മോൾ അങ്ങനെ പോയാലോ? ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് പോയാൽ മതി. എൻ്റെ കയ്യിൽ നിന്ന് വിട്. നിദ്രയുടെ ശബ്ദം പതറി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ പറയുന്നതനുസരിച്ചിട്ട് പോയാൽ മതി. എനിക്കതൊന്നും പറ്റില്ല, നിദ്ര വീണ്ടും പറഞ്ഞു. എന്നാൽ ശരി, നീ അതൊന്നും ചെയ്യണ്ട. അതിന് പകരം മറ്റൊരു കാര്യം ചെയ്താൽ മതി. എടാ ജോണി, നീ ഇങ്ങോട്ട് വന്നേടാ. അവൾ അടുത്ത് നിന്നിരുന്ന താടിയും മുടിയും നീട്ടി വളർത്തിയ ചെറുപ്പക്കാരനെ വിളിച്ചു. ഇവനെ നിന്റെ സീനിയറാ, MBA ഫൈനൽ ഇയറിന് പഠിക്കുന്നു.
നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഇവൻ്റെ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് മോള് ക്ലാസ്സിൽ കയറിക്കോ. അവളുടെ വർത്തമാനം കേട്ട് നിദ്രയ്ക്ക് ആകെ വിറഞ്ഞു കയറി. അവൾക്ക് എന്തുകൊണ്ടോ സാറയെ ഓർമ്മ വന്നു. എങ്കിലും അവൾ ദേഷ്യം അടക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് ആ പെൺകുട്ടി വീണ്ടും അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഉമ്മ കൊടുത്തിട്ട് പോടി, വിടാനാ പറഞ്ഞത്. നീ അവനെ ചുംബിച്ചിട്ട് പോയാൽ മതി. നിദ്രയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ കൈവീശി തന്നെ മുറുക്കെ പിടിച്ചിരിക്കുന്നവളുടെ കരട കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചു. പൊടുന്നനെ അവൾ സ്തബ്ധയായി പോയി. കവളിൽ കൈയമർത്തി പകപ്പോടെ നിദ്രയെ നോക്കി. നീ എന്നെ തല്ലിയല്ലേ? ഈ മേഘ്ന ആരാണെന്ന് നിനക്കറിയില്ല. എന്നെ തല്ലിയിട്ട് നീ അങ്ങനെ പോകാമെന്ന് കരുതണ്ട. മേഘ്ന നിദ്രയെ തിരിച്ചടിക്കാനായി കൈ ഉയർത്തി. പക്ഷെ അത് പ്രതീക്ഷിച്ചതുപോലെ നിദ്ര അവളുടെ കൈ പിടിച്ച് താഴ്ത്തി. ഗായത്രി ദേവിയുടെ വാക്കുകൾ ആ സമയത്ത് അവളുടെ മനസ്സിൽ അലയടിച്ചു. നിദ്രയെ തല്ലാനാവാതെ വന്ന ദേഷ്യത്തിൽ മേഘ്ന കുതറിയെങ്കിലും നിദ്ര അവളുടെ കൈകൾ വിട്ടില്ല. മോളെ പോലെയല്ല കേട്ടോ, നന്നായി പണിയെടുക്കുന്ന കയ്യാ എൻ്റേത്. ചേച്ചിയുടെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാലേ മോള് താങ്ങില്ല. അത് പറഞ്ഞിട്ട് നിദ്ര മേഘ്നയെ പിടിച്ചു ചെറുതായി ഒന്ന് തള്ളി. എന്നിട്ട് തല ഉയർത്തിപ്പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. മേഘ്ന പ്രതികരിക്കാനാവാതെ ആ പോക്ക് നോക്കി നിന്നു. പക്ഷേ അവളുടെ കണ്ണിൽ കനലെരിഞ്ഞു. മേഘ്ന! ജോൻ പെട്ടെന്ന് അവളുടെ തോളിൽ കൈവച്ചു. അവൾ വേഗം തന്നെ കൈ തട്ടി മാറ്റി. അവൾ എന്നെ തല്ലിയിട്ട് പോയത് കണ്ടോ? എന്നിട്ട് നീയൊക്കെ അവൾ എന്തേലും ചെയ്തോ? ഫ്രണ്ട്സാണത്രേ, ഭീരുക്കൾ. അത് വേറൊന്നും കൊണ്ടല്ല മേഘ്ന. ഗ്യാങ്ങിലുണ്ടായിരുന്ന രാജേഷ് മുന്നോട്ട് വന്നു. ഇനിയൊരു പ്രശ്നമുണ്ടായ നമ്മളെ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യുമെന്നല്ലേ പ്രിൻസി പറഞ്ഞിരിക്കുന്നത്? അതേ മേഘ്ന, അയാൾ പറയുന്നത് പോലെ ചെയ്യും. മെറിൻ രാജേഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളുടെ അടിയും കൊണ്ട് മിണ്ടാതിരിക്കണമെന്നാണോ? അങ്ങനെയല്ലടി, നമ്മുടെ ജിത്തു കൂടി വന്നോട്ടെ, അവനുമായി ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം, സോന പറഞ്ഞു. മെറിൻ കൂടി ആ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്തതോടെ മേഘ്ന ഒന്നടങ്ങി. അതെ, ജിത്തു വരട്ടെ. തന്നെ തല്ലിയെന്നറിഞ്ഞത് അവൻ സഹിക്കില്ല. അവൾ വിവരം അറിയും. എങ്കിൽ നിങ്ങളും ജിത്തുവിനോട് വിവരം പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, മേഘ്ന കൂട്ടുകാരോട് പറഞ്ഞു. ആദ്യ ദിവസം തന്നെ പ്രശ്നമുണ്ടായ വല്ലായ്മയിലാണ് നിദ്ര ക്ലാസ്സിലെത്തിയത്. എങ്കിലും അവൾ പഠനത്തിൽ മുഴുവൻ ശ്രദ്ധിച്ചു. ഫസ്റ്റ് അവർ ഫിലോമിന മിസ്സിൻ്റെ ക്ലാസ് ആയിരുന്നു. അവളോട് എഴുന്നേറ്റ് നിന്നൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ ഫിലോമിന മിസ് ആവശ്യപ്പെട്ടു. ആദ്യമൊന്ന് പതറിയെങ്കിലും നിദ്ര ധൈര്യപൂർവ്വം തൻ്റെ പേര് പറഞ്ഞു. മേരീഡാണെന്നുള്ള കാര്യം മനഃപൂർവ്വം തന്നെ മറച്ചു വെച്ചു. നിദ്രയുടെ അടുത്തിരുന്ന കുട്ടിയുടെ പേര് നന്ദന എന്തായിരുന്നു. അവൾ നിദ്രയോട് കലപില സംസാരിച്ചു. നിദ്ര മുക്കിയും മൂളിയും മറുപടി പറഞ്ഞു. അവൾക്ക് നന്ദനയെ ഇഷ്ടമായിരുന്നു. ഒരു കിലുക്കാൻ പെട്ടി. നിദ്ര ഓർത്തു, ഉച്ചയ്ക്ക് അവർ ഇരുവരും ഒരുമിച്ചാണ് ആഹാരം കഴിച്ചത്. നന്ദനയുടെ സാമീപ്യം നിദ്രയ്ക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. അവൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതായിരുന്നു. നന്ദനയുടെ അച്ഛൻ വിനയചന്ദ്രൻ ഓട്ടോ ഓടിക്കുന്നയാളും അമ്മ രജനി തയ്യൽക്കാരിയും. ഇടയ്ക്കിടയ്ക്ക് മേഘ്നയുടെ ഓർമ്മ വന്നെങ്കിലും നിദ്ര ക്ലാസ്സിൽ മുഴുകി അതെല്ലാം മറക്കാൻ ശ്രമിച്ചു. അവൾ രാവിലുണ്ടായ സംഭവത്തെക്കുറിച്ച് നന്ദനയോട് പോലും പറഞ്ഞില്ല. വൈകുന്നേരം മഹാദേവൻ നിദ്രയെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായി ഡ്രൈവറെ അയച്ചിരുന്നു. വീട്ടിലെത്തിയതും ഗായത്രി ദേവിയും മഹാദേവനും നിദ്രയോട് കോളേജിലെ വിശേഷങ്ങൾ ചോദിച്ചു. രാവിലെ ഉണ്ടായ സംഭവം അവരോട് പറയണോ വേണ്ടയോ എന്നറിയാതെ നിദ്ര കുഴങ്ങി. പിന്നെ വെറുതെ അവരെ ടെൻഷനാക്കേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞല്ലോ, ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ അവൾ അവരോട് പറയുകയും ചെയ്തു. അന്ന് രാത്രി ഇന്ദ്രജിത്തിൻ്റെ കോൾ മേഘ്നയുടെ ഫോണിലേക്ക് വന്നു. ഹലോ ജിത്തു, നീ എന്താ ഇത്രയും നേരമായിട്ട് എന്നെ വിളിക്കാതിരുന്നത്? മേഘ്ന ചെറിയ പരിഭവത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മേഘ്ന, എനിക്കിന്ന് കുറച്ച് തിരക്കായിരുന്നു. പപ്പയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീലിങ്സ് ഉണ്ടായിരുന്നു. അബ്കാരിയായ ചന്ദ്രദാസിൻ്റെ ഏക മകനാണ് ഇന്ദ്രജിത്ത്. പണക്കൊഴുപ്പിൽ വളരുന്നവൻ. അതിൻ്റെതായ തലക്കനവും അവനുണ്ടായിരുന്നു. അവൻ MBA ഫൈനൽ ഇയർ ആയിരുന്നു. ക്ലാസ്മേറ്റ്സായ മേഘ്നയും അവനും തമ്മിലുള്ള പ്രേമം കോളേജിൽ പരസ്യമായ രഹസ്യമാണ്. അല്ല, നീ എന്താ വിളിച്ചത്? മേഘ്ന നിദ്രയെ കണ്ടുമുട്ടിയ കാര്യം, അവൾ തന്നെ അടിച്ച കാര്യവും പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ജിത്തു. അവളോട് പേര് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു പേര് പറയാൻ മനസ്സിലായെന്ന്. അപ്പം ഞാൻ പറഞ്ഞു സീനിയേഴ്സിനോട് കുറച്ചുകൂടി ബഹുമാനത്തോടെ പെരുമാറണമെന്ന്. ആ നിമിഷം അവൾ എന്നെ ശക്തിയിൽ കൈനീട്ടിയടിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്രയൊക്കെ ബഹുമാനത്തോടെ പെരുമാറാനേ പറ്റൂ എന്ന്. എനിക്കാകെ സങ്കടം വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രണ്ടുണ്ട് ഇന്ദ്രജിത്ത്, ഞാൻ അവനോട് ഈ കാര്യം പറയുമെന്ന്. അപ്പോൾ അവൾ പറയുക ഇന്ദ്രനോ ചന്ദ്രനോ ആരായാലും കൊള്ളാം, എന്നോട് ഇടയാൻ വന്ന അവൻ വാങ്ങിച്ചിട്ടേ പോകൂ എന്ന്.
എന്നെ ഇൻസൾട്ട് ചെയ്തത് ഞാൻ പൊറുക്കും, പക്ഷെ നിന്നെ ഇൻസൾട്ട് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മേഘ്ന സങ്കടം ഭാവിച്ചു. ഇന്ദ്രജിത്തിന് ദേഷ്യം അടിമുടി വിറഞ്ഞു കയറി. എന്താ അവളുടെ പേര്? നിദ്ര. അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, നീ വിഷമിക്കാതെ. അത് കേട്ട് മേഘ്നയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. 3-4 ദിവസങ്ങൾ കൂടി കടന്നുപോയി. നിദ്ര വളരെയേറെ സന്തോഷത്തിലായിരുന്നു. ഇതുവരെ ഒരിക്കലും അനുഭവിക്കാത്ത മനസ്സമാധാനവും സുരക്ഷിതത്വവും സന്തോഷവുമെല്ലാം അവൾ അനുഭവിച്ചു. ഗായത്രി ദേവിക്കും മഹാദേവനും ഒരു മകളുണ്ടായാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അതുപോലെയായിരുന്നു അവൻ നിദ്രയെ ട്രീറ്റ് ചെയ്തിരുന്നത്. അവൾക്ക് യാതൊരു സങ്കടവും ഉണ്ടാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഒഴിവു സമയങ്ങളിൽ അവർ നിദ്രയെയും കൂട്ടി ഷോപ്പിങ്ങിനും സിനിമാ തിയേറ്ററിലും പോയി. അവൾക്കിഷ്ടമുള്ളതൊക്കെ അവർ വാങ്ങിച്ചു കൊടുത്തു. റെസ്റ്റോറൻറ്റുകളിലും പാർക്കിങ്ങിലും ബീച്ചിലുമൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഇടയ്ക്കൊരു ദിവസം ഇരുവരും അവളെയും കൂട്ടി ജ്വല്ലറിയിൽ പോയി. അവൾക്ക് പുതിയ ഡിസൈനുള്ള കുറേ ഗോൾഡും ഡയമണ്ടിൻ്റെ ആഭരണങ്ങളും എടുത്തു. അവൾ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. കോളേജിൽ നിദ്രയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവൾ ഭയപ്പെട്ടതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. പഠിപ്പിക്കുന്ന പാഠങ്ങൾ വളരെ രസകരമായി തന്നെ അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ വേഗത്തിൽ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. നന്ദനയുമായുള്ള കൂട്ട് നിദ്രയ്ക്കൊരു അനുഗ്രഹമായിരുന്നു. അധിക നാളത്തെ പരിചയമില്ലെങ്കിലും നന്ദന ഒരുപാട് സ്നേഹമുള്ള കുട്ടിയായിരുന്നു. അവിടെ സംസാരം കേട്ടിരിക്കാൻ നിദ്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സെല്ലാം അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി അവളെ അംഗീകാരത്തിൻ്റെ സന്തോഷം എന്താണെന്ന് അറിയുകയായിരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ ആ കോളേജും പരിസരവും അവളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ശനിയാഴ്ച വന്നെത്തി ഗായത്രി ദേവി നിദ്രയെയും കൊണ്ട് പുറത്തേക്ക് പോയി. സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ വലിയൊരു ബ്യൂട്ടി പാർലറിന് മുന്നിൽ കാറ് നിർത്തിയത് കണ്ട് നിദ്ര ഒന്ന് പകച്ചു. നമ്മളെന്താ അമ്മ ഇവിടെ? നമ്മളിവിടെ നിനക്ക് വേണ്ടി വന്നതാ. എനിക്ക് വേണ്ടിയോ? അതേ കുട്ടി, നീ കോളേജിലൊക്കെ പോകുന്നതല്ലേ? നീ ഒരു സുന്ദരി കുട്ടിയാണ്. പക്ഷേ കുറച്ചുകൂടി സുന്ദരിയായാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ, നിദ്ര തെല്ലി ചമ്മലോട് പറഞ്ഞു. അത് നിന്നോട് ഓവറായിട്ടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. നിന്റെ കോൺഫിഡൻസ് കൂടുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ല, ഈ മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ നിദ്ര പറഞ്ഞത് കേട്ട് ഗായത്രി ദേവി ചിരിച്ചു. എൻ്റെ പൊന്നു മോളെ, നീ സീരിയൽ കാണുന്ന പോലെ ഈ പട്ടുസാരിയും മേക്കപ്പും ഇട്ടൊന്നും നമ്മുടെ വീട്ടിൽ നിൽക്കണ്ട. ഇവിടെ മുടിക്കും മുഖത്തിനുമൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. നീ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുമോളെ? നിനക്ക് ഒരുപാട് നല്ല മുടിയല്ലേ? പക്ഷേ കാലാകാലങ്ങളിൽ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മുടി കൊഴിയാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഈ സുന്ദരമായ മുഖം കുറച്ചുകൂടി സുന്ദരമായി വയ്ക്കാൻ വല്ലപ്പോഴും ഒരു മസാജിങ്ങും ഫേഷ്യലിങ്ങും ഒക്കെ നല്ലതാണ്. മാത്രമല്ല, ഇപ്പം നീ കോളേജിൽ പോവുകയല്ലേ, ഇനി മോള് കൂടുതൽ സോഷ്യലാകും. അപ്പോൾ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഗായത്രി ദേവി പറഞ്ഞതെല്ലാം നിദ്ര ശ്രദ്ധയോടെ കേട്ടു. അവൾക്കതിന് യാതൊരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിദ്ര ഗായത്രി ദേവിയുടെ കൂടെ പാർലറിലേക്ക് കയറി ചെന്നു. അവിടെ ഹൃദ്യമായ സ്വീകരണമാണ് അവൾക്ക് ലഭിച്ചത്. അവിടുത്തെ ജോലിക്കാർ ഗായത്രി ദേവിയുടെ നിർദ്ദേശമനുസരിച്ച് നിദ്രയ്ക്ക് പെഡിക്യൂറും മാനിക്യൂറും ഫേഷ്യലും ചെയ്തു. മണിക്കൂറോളം നിദ്രയുടെ മുടിയും മുഖവും അവർ പരിചരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ താൻ മറ്റൊരാളായി മാറിയതുപോലെ നിദ്രയ്ക്ക് തോന്നി. മുഖമൊക്കെ കൂടുതൽ തുടുത്തിരുന്നു. മുടിയൊക്കെ കൂടുതൽ ചന്തമുള്ളതായി മാറിയിരിക്കുന്നു. നിദ്രയുടെ കണ്ണുകളിലെ തിളക്കവും സന്തോഷവും കണ്ട് ഗായത്രി ദേവിക്കും സന്തോഷം തോന്നി. അന്ന് തന്നെ ഗായത്രി ദേവി അവളെയും കൂട്ടി ഏറ്റവും ഫേമസ് ആയ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി. അവൾക്ക് കോളേജിലിടാനുള്ള ഡ്രസ്സുകൾ വാങ്ങി. കൂടുതലും വളരെ എക്സ്പെൻസീവായ ചുരിദാർ മെറ്റീരിയൽസ് ആയിരുന്നു എടുത്തത്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു അമ്മേ, എടുത്തു കൂട്ടിയത് കുറേ വീട്ടിലുണ്ടല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ മോളെ, ഇനിയിപ്പോൾ നീ പുതിയത് ഇട്ടാൽ മതി. എല്ലാവരും എൻ്റെ മോളെ കണ്ട് കൊതിക്കണം, ഗായത്രി ദേവി വാത്സല്യത്തോടെ പറഞ്ഞു. ആ സ്നേഹത്തിൽ നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. മേഘ്നയോട് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇന്ദ്രജിത്ത് കോളേജിലെത്തിയത്. പക്ഷേ അവൻ അന്ന് മേഘ്ന പറഞ്ഞ കാര്യങ്ങൾ മറന്നിരുന്നില്ല. നിദ്ര എന്ന പേരും വെള്ളിയാഴ്ച നിദ്ര കോളേജ് ഗേറ്റ് കടന്നു വരുന്നത് മേഘ്നയും കൂട്ടരും 3-ാം നിലയിൽ നിന്ന് നോക്കി നിന്നു. കൂട്ടത്തിൽ ഇന്ദ്രജിത്തും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസത്തെ ലീവിന് ശേഷം അവൻ അന്ന് ജോയിൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ സ്റ്റെയർ കേഴ്സിനു കയറി വരുമ്പോഴേക്കും അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നോക്ക് ജിത്തു, അതാണ് അഹങ്കാരി, എന്നെ കൈനീട്ടി അടിച്ചവൾ, മേഘ്ന ഇന്ദ്രജിനോട് അടക്കം പറഞ്ഞു. എന്തോ ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ നേരെ വരുന്ന നിദ്രയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ഒരു നിമിഷത്തേക്ക് അവൻ അത്ഭുതപ്പെട്ടു പോയി. ഇവൾ മേഘ്ന പറഞ്ഞതുപോലെ അത്ര ഭയങ്കരിയാണോ? വില്ലുപോലെ വളഞ്ഞ പുരികങ്ങളും നീണ്ടുവിടർന്ന കണ്ണുകളും ചാമ്പയ്ക്ക് ചുണ്ടുകളുമൊക്കെയുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടി.
ചുവപ്പിൽ ഗോൾഡൻ നൂലുകൾ തുന്നിച്ചേർത്ത ആബ്രല മോഡൽ ചുരിദാർ അവൾ ഒരു ദേവതയെ പോലെയായിരുന്നു. ഏതു പുരുഷനെയും മോഹിപ്പിക്കുന്ന വിധത്തിൽ ജ്വലിക്കുന്ന സൗന്ദര്യം. ഒരു നിമിഷം ആ സൗന്ദര്യത്തിൽ താലനഞ്ഞു പോയതുപോലെ അവന് തോന്നി. എന്തോ ചിന്തയിലായിരുന്ന ഇന്ദ്ര അവരെ കണ്ടിരുന്നില്ല. അവൾ അവരെ കടന്നു പോയിട്ടും ഇന്ദ്രജിത്ത് ആ നിൽപ്പേ നിന്നു. അവൾ പോയ വഴിയെ അങ്ങനെ നോക്കി നിന്നു. ഏയ് ജിത്തു! മേഘ്ന തൻ്റെ മുഖത്തിന് നേരെ കൈഞ്ഞൊടിച്ചത് കണ്ടാണ് ഇന്ദ്രജിത്ത് സ്ഥലകാലബോധമുണ്ടായത്. അവൻ പതിക്കൊണ്ട് മേഘ്നയെ നോക്കി. നീ എന്തായി ആലോചിക്കുന്നത്? അത് പിന്നെ അവൾക്ക് എങ്ങനെ പണി കൊടുക്കുമെന്ന് ആലോചിച്ചതാ. അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്കിത് എന്താണ് സംഭവിക്കുന്നത്? ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രം കണ്ട ഒരു പെണ്ണിൽ താൻ ഇത്ര അടിമപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? മേഘ്നെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതോർക്കെ ഇന്ദ്രജിത്ത് തലകുടഞ്ഞു.